السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇമാം നവവി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള അൽ അർബഊൻ നവവിയ, ഇമാം നവവിയുടെ 40 ഹദീസുകൾ എന്നറിയപ്പെടുന്ന ഹദീസ് ഗ്രന്ഥമാണ് നാം വായിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഇതിനകം 39 ഹദീസുകളാണ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഇൻഷാ അല്ലാഹ് 40ാമത്തെ ഹദീസാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഈ ഹദീസ് ഗ്രന്ഥത്തിൽ 42 ഹദീസുകളാണുള്ളത്. പൊതുവെ നമ്മൾ ആരംഭത്തിൽ പറഞ്ഞതുപോലെ അറബി ഭാഷയിലെ ഒരു നിയമത്തിൽപ്പെട്ടതാണ് ബാക്കിയുള്ള ഇങ്ങനെയുള്ള 42, 43 വരുമ്പോൾ അതിനെ തികച്ച് 40 എന്ന രീതിയിൽ പറയുക എന്നുള്ളതൊരു ഭാഷാ നിയമമാണ്. അതല്ല എങ്കിൽ ഇതിൽ 42 ഹദീസുകളുണ്ട്. 40ാമത്തെ ഹദീസാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാനുള്ളത്. നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഹദീസ് കൂടിയാണിത്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി ഫഖാൽ كن في الدنيا كأنك غريب أو عابر السبيل. وكان ابن عمر رضي الله عنهما يقول إذا أمسيت فلا تنتظر الصباح وإذا أصبحت فلا تنتظر المساء وخذ من صحتك لمرضك ومن حياتك لموتك. رواه البخاري. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസാണിത്. മഹാനായ സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ചുമല് പിടിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ആ വാചകങ്ങൾ അദ്ദേഹം ആരംഭിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അഖ്ലാഖിനെ കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം എത്രത്തോളം തൻ്റെ സ്വഹാബികളുമായി ഇടകലർന്ന് ജീവിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം മദീനയുടെ ഭരണാധികാരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത റസൂലാണ്. ഇത്രയെല്ലാം വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ടായിട്ട് പോലും തൻ്റെ സ്വഹാബത്തിനോടൊപ്പം അവരിൽ ധനികരുണ്ട്, വളരെ പാവപ്പെട്ടവരുണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായ നാടുകളിൽ നിന്നും വന്ന് മദീനയിലേക്ക് ചേർന്നവരുണ്ട്. അവരോടൊപ്പം എല്ലാം തന്നെ സമയം പങ്കിടാനും കൂടെ ഇരിക്കാനും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയം കണ്ടെത്തിയിരുന്നു എന്നാണ്. എത്രത്തോളം ആദ്യ കാലഘട്ടത്തിൽ പുറമേ നിന്നൊരാൾ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്, സ്വഹാബികൾ ഏതാണ് എന്നവർക്ക് തിരിച്ചറിയുമായിരുന്നില്ല. കാരണം ഒരുപോലെ ഒരുമിച്ചിരിക്കുമായിരുന്നു എന്നാണ്. ഒരുപോലെ മസ്ജിദിൽ ഒരുമിച്ച് ഇടകലർന്നിരിക്കും. ഇതിൽ റസൂൽ ഏതാണ് എന്നൊരാൾ ചോദിക്കുമ്പോഴാണ് ഇന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിരുന്നത് എന്നാണ്. പിന്നീട് സ്വഹാബികൾ ഒരു കുർസി, ഒരു കസേര ഉണ്ടാക്കി കൊടുത്തു എന്ന് കാണാൻ സാധിക്കും. ഹദീസ് ജിബ്രീലിൽ അത് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കസേര ഉണ്ടാക്കി കൊടുത്തു. ആളുകൾക്ക് കൂടെ ഒരുപാട് ആളുകൾ ആ ദർസിന് പങ്കെടുത്താൽ അത് കാണുന്നതിന് വേണ്ടിയിട്ടും ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അവരങ്ങനെ ഒരു കുർസി ഉണ്ടാക്കി കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിക്കുകയും ചെയ്തത് പിന്നീടാണ്. ആദ്യ കാലഘട്ടത്തിൽ അവിടുന്ന് ഒരുമിച്ചിരിക്കുകയും ആളുകൾക്ക് മനസ്സിലാകാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിനോടൊപ്പം ഇടകലർന്നിരുന്നു എന്നാണ്. അതേപോലെ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ്, സ്വഹാബികൾ ആരെങ്കിലും ഒക്കെ കാണാതായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അന്വേഷിക്കുമായിരുന്നു. ഇന്നയാൾ എവിടെയാണ്, കാണാറില്ലല്ലോ, ഇന്ന വ്യക്തി എവിടെയാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കും. അതേപോലെ അവിടുന്ന് ചെയ്തിരുന്നൊരു കാര്യമാണ്, അവിടുന്ന് ചില പ്രത്യേക സ്വഹാബികളെ വിളിച്ചുകൊണ്ട് ചില നസീഹത്തുകൾ, വസീയത്തുകളൊക്കെ കൊടുത്തിരുന്നു എന്നുള്ളത്. വസീയത്തുകൾ കൊടുക്കും, ഓരോരുത്തർക്കും യോജിക്കുന്ന രൂപത്തിലുള്ള വസീയത്തുകൾ. ഒരുപക്ഷേ അദ്ദേഹത്തിൽ ഇല്ലാത്ത വല്ല ഗുണം, അദ്ദേഹത്തിന് കുറവുള്ള വല്ല കാര്യം അത് പറഞ്ഞു കൊടുക്കുന്ന, ഉണർത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അതല്ലെങ്കിൽ നിലവിലുള്ള ആ നല്ല ഗുണത്തെ ഉറപ്പിച്ച് നിർത്തുന്ന രൂപത്തിലുള്ള നസീഹത്തുകളും വസീയത്തുകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയെന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഹദീസിൽ അപ്രകാരം അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം സുഹുദിൽ, ഭൗതിക വിരക്തിയിൽ അറിയപ്പെട്ട ഒരു സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക വിരക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി അതിന് സഹായകമാകുന്ന വലിയൊരു വസീയത്താണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും.
ഇവിടെ നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ചുമലിങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഉപദേശങ്ങൾ നൽകുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. ഒരാളോട് വളരെ വേണ്ടപ്പെട്ട, അയാൾ ശ്രദ്ധിക്കേണ്ടതായ ചില ഉപദേശങ്ങൾ നൽകുന്ന സമയത്ത് അയാളുടെ കൈ പിടിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഇപ്രകാരം ചുമല് പിടിച്ചുകൊണ്ടോ ഒക്കെ അങ്ങനെ ദേഹത്ത് സ്പർശിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളത് വലിയ സ്വാധീനമുണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ, മക്കളെയൊക്കെ വിളിച്ച് പറയുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് അത് ചെയ്യാവുന്ന കാര്യമാണ്. ചെറിയ കുട്ടിയാണെങ്കിൽ, കാര്യം ഗൗരവപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നതിന് പകരം ഒന്ന് കൈ പിടിച്ചുകൊണ്ട് ആ ശ്രദ്ധ പൂർണ്ണമായി നമ്മിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായകമാകുന്ന രൂപത്തിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് എന്ന് ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻ കിബി, എൻ്റെ ചുമലിൽ പിടിച്ചു എന്നാണ്. ചില റിവായത്തിൽ ബിമൻ കിബയ്യ, എൻ്റെ രണ്ട് ചുമലിലും എന്നും വന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയുടേത് തന്നെ ചില റിവായത്തിൽ, ചില പരമ്പരയിൽ അങ്ങനെ രണ്ട് ചുമലും എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നവവി റഹിമഹുല്ലാഹ് ഒരു ചുമൽ എന്നുള്ള നിലക്കാണ് കൊടുത്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാചകം ഭൗതിക വിരക്തിയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, എപ്പോഴും നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ആ പറഞ്ഞത്? കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെയാണ് ആയിരിക്കേണ്ടത്. അങ്ങനെ ആയിരിക്കണം നിന്റെ ദുനിയാവിനോടുള്ള സമീപനം. അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു വഴിപോക്കനെ പോലെയാണ് നീ ദുനിയാവിലുള്ളത് എന്നെപ്പോഴും ചിന്തിക്കണമെന്നാണ്. കുൻ ഫി ദുനിയ, നീ ദുനിയാവിലാകേണ്ടത് അത് നിന്റെ അവസ്ഥ കൊണ്ടും നിന്റെ അമലുകൾ കൊണ്ടുമൊക്കെ കഅന്നക ഗരീബ്, ഒരു അപരിചിതനെ പോലെയാണ്. ആരാണ് ഗരീബ്? ശരീഅത്തിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഗരീബ് എന്നുള്ളത് രണ്ട് നിലക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഒന്ന്, ദീൻ കൊണ്ട് അപരിചിതമായിട്ടുള്ള അവസ്ഥ. ഒരാളുടെ വീട്ടിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ആദർശവുമായി ചിലപ്പോൾ അയാൾ മാത്രമായിരിക്കും. ചിലപ്പോൾ അയാൾ വീട്ടിൽ സപ്പോർട്ട് ഉണ്ടാവും, പക്ഷേ നാട്ടുകാർ മുഴുവനും അയാൾക്കെതിരെ ആയിരിക്കും, അയാൾ ഒറ്റപ്പെട്ടതായിരിക്കും. ഇത് ഇസ്ലാമിക സമൂഹത്തിൽ എക്കാലത്തും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും അവസാന കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം കൂടിയാണ്. ദീൻ തുടങ്ങിയതും അങ്ങനെ തന്നെയാണ്, അത് അവസാനിക്കുന്ന വേളയിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് അറിയിച്ചു, ബദ അൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം ഒരു അപരിചിതാവസ്ഥയിലാണ് തുടങ്ങിയിട്ടുള്ളത്, ഏറെ ആളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചില പ്രത്യേക വീടുകളിലൊക്കെ ഇരുന്നു കൊണ്ടാണ് ദീൻ പ്രബോധനം ആരംഭിച്ചിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. പുറത്തേക്കൊന്നും പറയാൻ സാധിക്കുകയില്ല. ഇസ്ലാമിനെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലയെ പുറത്തേക്ക് പറഞ്ഞാൽ വലിയ ഭീഷണിയും പ്രയാസവും ഉണ്ടാകുന്ന അവസ്ഥ ആരംഭഘട്ടത്തിലുണ്ടായിരുന്നു. എണ്ണപ്പെട്ട ആളുകൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദീൻ മനസ്സിലാക്കാൻ കൂടിയിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അവിടുന്ന് അറിയിക്കുന്നു, വസയഊദു കമാ ബദ, ദീനുൽ ഇസ്ലാം അതിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി പ്രവേശിച്ച് ദീൻ ലോകം മുഴുവൻ വ്യാപിച്ചതിന് ശേഷവും വസയഊദു, അത് മടക്കമുണ്ടാകും, കമാ ബദ, തുടങ്ങിയ പോലെ തന്നെ ഉണ്ടാകും. ഫതൂബാ ലിൽ ഗുറബ, അങ്ങനെയുള്ള അവസ്ഥയിലും അപരിചിതാവസ്ഥയിലും ഇങ്ങനെ ദീൻ മുറുകെ പിടിക്കുന്നതിൻ്റെ കാരണത്താൽ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുക, തൂബ, അവർക്ക് തൂബായുണ്ട് എന്നാണ്. രണ്ടർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഒന്നുകിൽ അവർക്ക് മംഗളമുണ്ട്, അവർക്ക് എല്ലാവിധ നന്മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശംസിക്കുന്നു. അതല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ഒരു താഴ്വരയാണ് തൂബ എന്ന് പറയുന്നത്. അത് ഒരു ദുആയാണ്. കാരണം ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദുആ എനിക്കുണ്ടല്ലോ എന്നോരോരുത്തർക്കും ആശ്വസിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. ആരാണ് അവർ എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ ചില റിവായത്തിൽ കാണുന്നുണ്ട്, അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങളെല്ലാവരും പലതരത്തിലുള്ള കുഴപ്പത്തിലാകുന്ന സമയത്ത് ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വേറെ ചില റിവായത്തിൽ അല്ലദീന യസ്ലഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങൾ കുഴപ്പത്തിലാകുമ്പോൾ സ്വന്തത്തെ കാത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിലുള്ള ഗുർബത്തിനെ കുറിച്ചല്ല, അപരിചിതാവസ്ഥയെക്കുറിച്ചിട്ടല്ല, മറിച്ച് ഗുർബത്തുൽ ബദൻ, നമ്മൾ തടി കൊണ്ട് ഒറ്റപ്പെട്ടവരാണ്, തടി കൊണ്ട് അപരിചിതാവസ്ഥയിലാണ് എന്ന കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അഥവാ ഈ നാട് നമ്മളെ പരിചയമുള്ളൊരു നാടല്ല, നമ്മളെ യഥാർത്ഥ നാട് ഇവിടെ അല്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്, വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ എല്ലാ കാലത്തേക്കും ജീവിക്കുന്ന ഒരുവനെ പോലെ നമ്മളാകാൻ പാടില്ല, മറിച്ച് ഒരു അപരിചിതനെ പോലെയാണ്. ഒരു അപരിചിതനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്നെന്നും ജീവിക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നത് പോലെയല്ല ഉണ്ടാവുക, മറിച്ച് അയാൾക്ക് ആ പ്രത്യേകമായ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതിലിടപെടുകയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടതാണ്
എൻ്റെ യഥാർത്ഥ ഭവനം ഇതല്ല എന്ന ചിന്തയിലായിരിക്കും ഉണ്ടാവുക. ഔ ആബിറു സബീൽ എന്നാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ എന്നാണ്. ഇപ്പം രണ്ടാമൊരു രൂപത്തിലായിരിക്കണം നിങ്ങൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ആ നാട്ടിൽ ഒരു വരുത്തനെ പോലെ, അപരിചിതനെ പോലെ വന്നാൽ അവന് ആ നാട്ടിലുള്ള മറ്റുള്ള എല്ലാവരെയും പോലെ അങ്ങനെ അവന് അവിടെ പെരുമാറാൻ സാധിക്കുകയില്ല. എന്നാൽ സ്വാഭാവികമായും വരുന്ന ആളുകളും അവർക്ക് അതിൻ്റെ വേണ്ടതായ, അവർക്ക് ജീവിക്കാൻ വേണ്ടതായ കാര്യങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ടാകണം. നാട്ടുകാരെ പോലെ തന്നെ അവർക്ക് ഭക്ഷണം വേണം, വാഹനം വേണം, കാര്യങ്ങൾ വേണം, അങ്ങനെ അവർ ഉപയോഗിക്കുന്നുണ്ടാകും. പക്ഷെ എല്ലാ കാലത്തേക്കും അവൻ ഇവിടെ തന്നെയാണ് എന്ന രൂപത്തിലല്ല, മറിച്ച് അവൻ യാത്രയിലാണ്, യാത്രയിൽ വിശ്രമിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ യാത്രക്ക് സഹായകമാകുന്ന രൂപത്തിൽ മാത്രം ചില കാര്യങ്ങൾ എടുക്കുകയും അങ്ങനെ യാത്ര മുന്നോട്ട് പോകേണ്ടതാണെന്ന ബോധ്യത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റു പല ഹദീസുകളിൽ അറിയിച്ചിട്ടുള്ള കാര്യമാണ്, മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധം? എന്താണ് എനിക്ക് ദുനിയാവും അതിൻ്റെ ആസ്വാദനങ്ങളുമായി എനിക്ക് ബന്ധമുള്ളത്? എന്താണ്? മാ അന വലി ദുനിയ ഇല്ലാ കറാക്കിബ്, ഞാനൊരു യാത്രക്കാരനെ പോലെയാണ്. ഇസ്തളല്ല തഹ്ത ഷജറത്തിൻ സുമ്മ റാഹ വതറകഹ, ഞാൻ ഈ യാത്രയിൽ ഒരു മരത്തിന് കീഴെ തണൽ കിട്ടാൻ വേണ്ടി അവിടെ വിശ്രമിച്ചൊരുവനാണ്. സുമ്മ റാഹ, അവിടെ എപ്പോഴും ഇരിക്കുകയില്ല, യാത്ര തുടരേണ്ടതുണ്ട്. വതറകഹ, മരത്തെ ഉപേക്ഷിച്ച് പോകേണ്ടതുണ്ട്. ആ തണലും ആസ്വദിച്ച് എപ്പോഴും ആ മരത്തിൻ്റെ താഴെ ഇരിക്കുക എന്ന് പറയുന്നതല്ല യാത്രക്കാരൻ ചെയ്യുക. അതേപോലെയാണ് എൻ്റെ അവസ്ഥ എന്നാണ്. അപ്പം എനിക്കങ്ങനെ ദുനിയാവിൻ്റെ ആസ്വാദനങ്ങളുമായി ഇവിടെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെയുള്ള എല്ലാ ആസ്വാദനങ്ങളും ആസ്വദിക്കുക എന്നുള്ളതൊന്നുമല്ല എൻ്റെ ചിന്ത. എൻ്റെ ചിന്ത പരലോകമാണ്. ആ പരലോകത്തിലേക്ക് പോകുന്ന യാത്രയിൽ എനിക്ക് ആ യാത്രക്ക് സഹായകമാകുന്ന രൂപത്തിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് ഞാനിവിടെ ഇരുന്നിട്ടുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മറ്റ് പല റിവായത്തിലും അത് വന്നിട്ടുണ്ട്. മാ അന മാ മിസ്ലി വ മിസ്ല ദുനിയ, ഞാനും ഈ ദുനിയാവിനുമുള്ള ഉദാഹരണം ഇല്ല കറാക്കിബിൻ ഫിയോമിൻ സായിഫ്, ഒരു നല്ല ഉഷ്ണമുള്ള ഒരു ചൂടിൽ ഞാൻ അവിടെ വിശ്രമിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുവനെ പോലെയാണ്, ആ തണൽ ആസ്വദിക്കുന്ന ഒരുവനെ പോലെ മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? നമ്മളൊക്കെ ഈ ദുനിയാവിൽ ആ നിലക്കാണ് നമ്മൾ കാണേണ്ടത്. ദുനിയാവെന്ന് പറഞ്ഞാൽ ഇവിടെ ആസ്വദിച്ച് ഇവിടെ എന്നേക്കും ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല. നമ്മൾ പരലോകത്തേക്ക് പോകേണ്ട ആളുകളാണ്. അവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഭവനം അവിടെയാണ് ഉണ്ടാക്കേണ്ടത്. അവിടെ ഭവനം ലഭിക്കാൻ, സ്വർഗത്തിൽ ഭവനം ലഭിക്കാൻ നമുക്ക് ചെയ്യാനുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ നിസ്കാരങ്ങളും നോമ്പും ദിക്റുകളും ദുആകളും ഇതെല്ലാം അവിടത്തേക്ക് ആവശ്യത്തിന് വേണ്ടി നമ്മൾ സ്വരുക്കൂട്ടി വെക്കുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ ഇവിടേക്ക് ജീവിക്കാൻ വന്നതുപോലെ ഇവിടെ എന്നെന്നും ഉണ്ടാകുന്നത് പോലെ നമ്മൾ ആയിക്കൂടാ. ഇത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് നിലക്കാണ്? ദുനിയാവിനെ പാടെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതുപോലെ ജീവിക്കുക എന്നുള്ളതാണ്. സ്വഹാബികൾ ജീവിച്ചതുപോലെ ജീവിക്കുക എന്നുള്ളതാണ്. അവർക്ക് ആവശ്യമുള്ള കാര്യം, ഈ പരലോകത്തെ യാത്രയിലേക്ക് ആവശ്യമുള്ള രൂപത്തിൽ അവർ ദുനിയാവിനെ ഉപയോഗിച്ചിരുന്നു എന്നാണ്. ഇപ്പം ദുനിയാവിനെ ഒരാൾ കാണേണ്ടത് എനിക്ക് പരലോകത്തേക്ക് ഉപയോഗമാകുന്ന രൂപത്തിലേക്കാണ്. അവരാണ് ഏറ്റവും വലിയ ഉന്നത ദർജയിലുള്ള ആളുകൾ. പരലോകത്തേക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ദുനിയാവിൽ സ്വീകരിക്കുകയുള്ളൂ. അതിൻ്റെ താഴെയുള്ളൊരു ദർജയുണ്ട്, അവരും ആക്ഷേപാർഹരല്ല. അവർ പരലോകത്തിന് ഉപദ്രവമുണ്ടാകുന്ന കാര്യങ്ങൾ അതൊന്നും ചെയ്യുകയില്ല. അതല്ലാത്ത കാര്യങ്ങളൊക്കെ ദുനിയാവുമായിട്ട് അവർക്ക് ബന്ധമുണ്ടാകും. എന്നാൽ പരലോകത്തിന് ഉപദ്രവമുണ്ടാകുന്ന കാര്യങ്ങൾ അവർ അതിൽ ചെയ്യുകയില്ല. ആ വേളയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരലോക യാത്രക്ക് ഉപദ്രവമുണ്ടാകുന്ന കാര്യങ്ങളിൽ നമ്മൾ മുഴുകുകയും അങ്ങനെ പരലോകത്തെ മറന്നുപോവുകയും ചെയ്താൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളങ്ങനെ ഈ നാട്ടിൽ ഇറങ്ങി താമസിക്കാൻ വന്ന ഒരുവനെ പോലെ ആയിപ്പോകരുത്. കാലഘട്ടത്തിലേക്കും ഒരുപാട് കാലം ജീവിക്കുന്നവനെ പോലെ അങ്ങനെ കോടികൾ ആസ്തിയുണ്ടാക്കി അള്ളാഹുവിനെ മറന്ന് അവൻ്റെ ദീനിനെ മറന്ന് അവൻ്റെ ഇബാദത്തുകളെ മറന്ന് അങ്ങനെ ജീവിക്കേണ്ടവനല്ല. മറിച്ച് അവൻ സമ്പത്തുണ്ടാക്കാം, അവൻ അതിൻ്റെ നീയത്തുണ്ടെങ്കിൽ അതിൽ ഖൈറുണ്ട്. അവൻ്റെ പരലോകത്തേക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി, തൻ്റെ കുടുംബത്തെ നോക്കുന്നതിന് വേണ്ടി, അങ്ങനെ പരലോകത്തിന് സഹായകമാകുന്ന രൂപത്തിൽ അവൻ ദുനിയാവിനെ ഉപയോഗിക്കുക. അങ്ങനെയാണ് അവൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെയാണ് അവൻ ചെയ്യേണ്ടത്. ചിലർ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് വലിയ ഉദാഹരണം എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സമ്പത്ത് എന്ന് പറയുന്നവർ പറയുന്നത് അത് ഹലാ പോലെയാണ്. അതായത് നമ്മളെ മലമൂത്ര വിസർജനം നടത്താൻ നമുക്ക് സ്ഥലം ആവശ്യമുണ്ട്, അതിനെ പോലെയാണ് സമ്പത്ത് എന്നാണ്. അത് ആവശ്യമുള്ള കാര്യമാണ്. അതില്ലായെങ്കിൽ ആളുകൾ പ്രയാസപ്പെട്ടു പോകും. സമ്പത്ത് തീരെ വേണ്ട എന്ന് പറഞ്ഞാൽ ആളുകൾ പ്രയാസപ്പെട്ടു പോകും. ഒരാൾക്ക് തൻ്റെ ഖലാഉൽ ഹാജക്ക്, മലമൂത്ര വിസർജനത്തിന് ടോയ്ലറ്റുകൾ എത്ര കണ്ട് ആവശ്യമാണ്, അതുപോലെ പണത്തിനും ആവശ്യമുണ്ട്. പണമില്ലെങ്കിൽ അത് വലിയ പ്രയാസത്തിലായി പോകും. എന്നാൽ ഒരാളും അവിടെ തന്നെ എപ്പോഴും കൂടി ഇരിക്കുകയില്ല.
എപ്പോഴും അവിടെ തന്നെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും യോജിച്ച കാര്യമല്ല. അത് ആവശ്യത്തിനുള്ളതാണ്. ആ ആവശ്യം കഴിഞ്ഞാൽ പിന്നീട് പണവുമായി അവൻ്റെ ഹൃദയത്തിന് യാതൊരു ബന്ധവുമില്ല. അതാണ് യഥാർത്ഥത്തിൽ സുഹൃദ് എന്ന് പറയുന്നത്. യഥാർത്ഥ സുഹൃദുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കയ്യിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നാൽ പോലും അവന് പ്രത്യേകിച്ചൊരു അതിനൊരു സന്തോഷമൊന്നും അവൻ്റെ മനസ്സിലില്ല. ഒരു പ്രത്യേകിച്ച് ഒരുപാട് വന്നു എന്നുള്ളൊരു പ്രത്യേകിച്ച് സന്തോഷിക്കാനില്ല. കാരണം അവൻ ചിന്തിക്കുന്നത് ഈ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഞാൻ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കി, എങ്ങനെ ചെലവഴിച്ചതിന് ഉത്തരം പറയേണ്ടി വരും. അതേപോലെ അവൻ്റെ സമ്പത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു പോയാൽ അവന് വലിയ പ്രയാസവുമില്ല. കാരണം സമ്പത്തുമായിട്ടുള്ള അവൻ്റെ ബന്ധം, ഹൃദയബന്ധം അത് അങ്ങനെയാണ്. അത് അവൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് അവനത് ഉപയോഗിക്കും. അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ പിന്നീട് അവന് ഖൽബുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ് അവനുള്ളത് എന്ന ചിന്തയിലാണ് ഉണ്ടാവുക എന്നാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ദുനിയാവിലാകേണ്ടത് എങ്ങനെയാണ്? നിങ്ങളൊരു വഴിയാത്രക്കാരനെ പോലെ, അതല്ലെങ്കിൽ ഒരു അപരിചിതൻ എങ്ങനെയാണോ ആ ദുനിയാവിലേക്ക് പെരുമാറുക, ആ രൂപത്തിലായിരിക്കണം നിങ്ങൾ ദുനിയാവിൽ ഉണ്ടാകേണ്ടത് എന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പിന്നീട് ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹം പിന്നീട് ഈ ഹദീസിന് ശേഷം പിന്നീട് ആളുകളോട് എപ്പോഴും പറയുമായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ്, നീ രാത്രിയിലേക്ക് പ്രവേശിച്ചാൽ നീ ഒരിക്കലും തന്നെ രാവിലെ പ്രതീക്ഷിക്കേണ്ടതില്ല. അഥവാ ഇങ്ങനെ ഒരു രാത്രി എൻ്റെ അവസാന രാത്രിയാകാൻ സാധ്യതയുണ്ട്, ഇനി രാവിലേക്ക് ഞാൻ പ്രവേശിക്കാൻ സാധ്യതയില്ല എന്ന രൂപത്തിൽ നീ പ്രവർത്തിക്കണം. നീ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് ചെയ്യാമെന്ന ചിന്ത നിനക്ക് ഉണ്ടാകരുത്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാത്രിയിൽ ചെയ്യേണ്ടതായ ഒരുപാട് കർമ്മങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ ചെയ്യാം, നാളെ രാവിലേക്ക് ചെയ്യാം എന്ന ചിന്തയുമായി നീ വരേണ്ടതില്ല. ഒരു വേള ഇത് നിന്റെ അവസാനത്തെ രാത്രിയായിരിക്കാം, ഇനി ഒരു വേള നാളെ കാണണമെന്നില്ല. നാളത്തെ സൂര്യോദയം ഒരു വേള നിനക്ക് അത് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ രാവിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നീ പരമാവധി നിനക്ക് വേണ്ട സൽക്കർമ്മങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നീ രാവിലെയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നീ വൈകിട്ട് ഉണ്ടാകുന്നത് വരെ കാക്കേണ്ടതില്ല, വൈകുന്നേരത്തെ കാത്തുകൊള്ളേണ്ടതില്ല. നീ വൈകുന്നേരം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം പിശാച് പലപ്പോഴും നമ്മളെ ഇത്തരത്തിലുള്ള കെണിയിലേക്ക് പെടുത്തുന്നതായിരിക്കും. ഇപ്പം രാവിലെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഉദാഹരണത്തിന് ഒരാൾ സുബഹി കഴിഞ്ഞു കുറച്ച് ഖുർആൻ ഓതണം എന്ന് ചിന്തിച്ചാൽ പിശാച് പറയും, നീ അത് ഉച്ചക്ക് ഓതാം, ലുഹറിന് ഓതാം, ലുഹറിന് അല്പം ഫ്രീ ഉണ്ടാവുമല്ലോ, ലുഹറിന് ഓതാം. അത് നമ്മളങ്ങനെ ചിന്തിപ്പിക്കുകയാണ്. ഇപ്പം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് പോകാം. ലുഹറിനേക്ക് എത്തുമ്പോൾ പിശാച് നമ്മൾ ചിന്തിപ്പിക്കുന്നത്, ലുഹറിനിപ്പോൾ നീ കുറച്ച് ക്ഷീണത്തിലല്ലേ, നല്ല ചിന്തയോടുകൂടിയൊക്കെ ഉണർവോടുകൂടി ചെയ്യേണ്ടതാണ്, നീ അത് വൈകുന്നേരമോ മഗ്രിബിന് ശേഷമൊക്കെ നീ ചെയ്താൽ മതി. അങ്ങനെ മഗ്രിബിലേക്ക് അവൻ ചിന്തിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഇശയിലേക്ക് അവൻ ചിന്തിപ്പിക്കുകയാണ്. അങ്ങനെ അവൻ അത്രയും നേരം പിന്തിപ്പിച്ചുകൊണ്ട് അവസാനം ആ ദിവസത്തിൽ അവൻ കാര്യമായ സൽക്കർമ്മങ്ങൾ ചെയ്യാതെ ഓരോ ദിവസവും പോകുന്ന അവസ്ഥയുണ്ടാകും. അവസാനം അള്ളാഹുലേക്ക് കണ്ടുമുട്ടുന്ന സമയത്ത് ഈ രാപ്പകലുകളെല്ലാം തന്നെ കാര്യമായ സൽക്കർമ്മങ്ങളൊന്നും ഇല്ലാതെ കാലിയായി പോയതായി നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ രാവും അതിൻ്റെ അവസാന രാവായേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പരമാവധി നമുക്ക് സാധിക്കുന്ന രൂപത്തെ സൽക്കർമ്മങ്ങൾ രാവിലെ വർദ്ധിപ്പിക്കുക. രാവിലെ ചെയ്യേണ്ടതായ കാര്യങ്ങൾ രാവിലെയും ചെയ്യുക, അത് രാത്രിയിലേക്ക് വൈകിപ്പിക്കരുത്. വഹുദ് മിൻ സിഹ്ഹതിക ലിമറദിക്, പിന്നീട് അദ്ദേഹം പറഞ്ഞത് വഹുദ് മിൻ സിഹ്ഹതിക്, നീ നിൻ്റെ ആരോഗ്യത്തെ, അത് നീ മുറുകെ പിടിച്ച ആരോഗ്യത്തെ നീ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. ലിമറദിക്, നിൻ്റെ രോഗത്തിന് വേണ്ടി. അഥവാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ രോഗിയാവുക എന്നുള്ളത് അവൻ്റെ പ്രകൃതിയാൽ നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. ഒരാൾക്കും ഞാനൊരു രോഗം ഉണ്ടാവുകയില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ രോഗം വരിക എന്ന് പറയുന്നത് വലിയൊരു ന്യൂനതയല്ല. അത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായി അവൻ ഉണ്ടാകുന്ന കാര്യമാണ്. അവൻ ആരോഗ്യമുണ്ടോ, ആരോഗ്യം അത് രോഗത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് അത് സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ രോഗം വരുന്നതിന് മുമ്പ് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ ആരോഗ്യം, ആഫിയത്ത്, അത് നീ ഉപയോഗപ്പെടുത്തുക എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും യുവാക്കളായ ആളുകളാണ് ഏറ്റവും കൂടുതൽ അത് ശ്രദ്ധിക്കേണ്ടത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. 40 അതല്ലെങ്കിൽ അതിൽ കൂടുതലോ വയസ്സായിക്കഴിഞ്ഞാൽ നേരത്തെ കിട്ടിയിരുന്ന ആരോഗ്യവും നേരത്തെ കിട്ടിയിരുന്ന പല ഉന്മേഷവും കിട്ടിക്കൊള്ളുന്നില്ല. പലപ്പോഴും ക്ഷീണമുണ്ടായിരിക്കുന്നതാണ്. സ്വാഭാവികമായി തന്നെ മനുഷ്യന് ക്ഷീണമുണ്ടാകും, പ്രത്യേകം രോഗം വരണമെന്നില്ല. അതുകൊണ്ട് പരമാവധി നമ്മുടെ ആരോഗ്യാവസ്ഥയിൽ നമ്മുടെ രോഗത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്വരുക്കൂട്ടി വെക്കുക എന്നാണ്. എങ്ങനെയാണ് രോഗമുള്ള സമയത്തേക്ക് വേണ്ടി ആരോഗ്യ സമയത്ത് ഒരു കൂട്ടി വെക്കുക? ഉദാഹരണത്തിന്, ഒരാൾ പതിവായി ജമാഅത്തായി നിസ്കരിക്കുന്ന, മസ്ജിദിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കൃത്യമായി നിസ്കരിക്കുന്ന വ്യക്തിയാണ്. രാത്രിയിൽ എഴുന്നേറ്റ് സാധിക്കുന്ന രൂപത്തിൽ അവൻ നിസ്കരിക്കുന്ന വ്യക്തിയാണ്. 11
അതല്ലെങ്കിൽ അതിൽ കുറവോ 3 എത്രയാണ് അവൻ സാധിക്കുന്ന രൂപത്തിൽ അവൻ വിത്ർ നിസ്കരിക്കുന്നുണ്ട്. ഒരാളുടെ ആരോഗ്യ സമയത്ത് അവൻ നിസ്കരിക്കുന്നുണ്ട്. പിന്നീട് അവൻ രോഗിയായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗം കാരണത്താൽ മാത്രമാണ് അവൻ ആ ഇബാദത്തുകൾ ഉപേക്ഷിക്കുന്നതെങ്കിലും അള്ളാഹു അവന് ആ അമല് ചെയ്തതിന്റെ പ്രതിഫലം നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ഇദാ മരിദൽ അബ്ദു ഔ സാഫർ, ഒരടിമ രോഗിയാവുകയോ അതല്ലെങ്കിൽ യാത്ര പോവുകയോ ചെയ്താൽ കുത്തിബ ലഹു മാ കാന യഅമലു സഹീഹൻ മുഖീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ആരോഗ്യവാനായിരിക്കെ നാട്ടിൽ യാത്രയില്ലാത്ത സമയത്ത് അവൻ ചെയ്തിരിക്കുന്ന ആ അമലുകൾക്കുള്ള പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് മസ്ജിദിലേക്ക് ഓടി വരുന്ന ആളുകൾ, ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾ, ആരോഗ്യമുള്ള സമയത്ത് കണ്ണിന് കാഴ്ചയുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ധാരാളമായി പാരായണം ചെയ്യുന്ന ആളുകൾ, ആരോഗ്യമുള്ള സമയത്ത് അവൻ്റെ കാലുകൾ കൊണ്ട് ദീർഘനേരം നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ അതിന് സാധിക്കാതെ വരുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതിഫലം നൽകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരാളത് 10 20 എത്ര വർഷമാണെങ്കിലും ശരി, രോഗിയായിട്ട് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ ചിലപ്പോൾ അവന് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകാം, ചിലപ്പോൾ രോഗിയായിട്ട് ഒരുപാട് വർഷങ്ങൾ അവന് ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഈ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ആരോഗ്യ സമയത്ത് ചെയ്തതിനുള്ള പ്രതിഫലം അവന് നൽകും. അതാണ് വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക് എന്ന് പറഞ്ഞത്. എന്നാൽ ഈ ആരോഗ്യ സമയം വെറുതെ വേസ്റ്റാക്കി കളഞ്ഞ യുവാക്കൾ, വെറുതെ വേസ്റ്റാക്കി കളയുന്ന ആളുകൾ, അവർക്ക് എന്താണ് നാളെ ഉണ്ടാവുക അല്ലെ? ചില ആളുകൾ ആ യുവത്വമൊക്കെ പാഴാക്കി കളയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കായികം, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വിനോദങ്ങൾ, ഇതിനു വേണ്ടി ജീവിതം തുലച്ചു കളയുന്ന എത്ര യുവാക്കളാണ്. ഫുട്ബോൾ കളിയാണ്, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയാണ്. സമൂഹം ഒന്നാകെ അവനെ അനുമോദിക്കുകയാണ്, അവൻ എന്തോ വലിയ കാര്യം നേടിയെടുക്കുന്നവനെ പോലെ. അങ്ങനെ അവൻ്റെ ജീവിതം തന്നെ രാപ്പകൽ വ്യത്യാസമില്ലാതെ അവൻ്റെ എപ്പോഴും ചിന്ത അവനെ ഒരു വലിയ ഫുട്ബോൾ പ്ലെയറാണ്. സഹോദരങ്ങൾ, യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കും, എത്ര വലിയ വിഡ്ഢിത്തരമാണ് ഈ ആളുകൾ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ചിലപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഇത്രയൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ നല്ല നല്ല പ്രതിഭകൾ വളർന്നു വരുന്നതിനൊക്കെ മുളയിൽ നുള്ളുന്ന പിന്തിരിപ്പന്മാരാണെന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇവൻ്റെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ് തുലച്ചു കളയുന്നത്? ഒരു ഇബാദത്തില്ല, കൃത്യമായ നിസ്കാരമില്ല, ജമാഅത്ത് പങ്കെടുക്കാൻ കഴിയില്ല, ഇങ്ങനെ ക്യാമ്പുകൾ, അത് ഇത് ഇങ്ങനെ, ഇതാണ് ഇവൻ്റെ ജീവിതം മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. പലപ്പോഴും പ്രത്യേകിച്ചും മലപ്പുറം ജില്ല അത് ഭയങ്കര ഫുട്ബോളിന് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള യുവാക്കളൊക്കെ യഥാർത്ഥത്തിൽ ഇതിന് വരുമ്പോഴൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പലപ്പോഴും അതിന് അപകടം മനസ്സിലാക്കുന്നില്ല. മഗ്രിബ് നിസ്കാരമില്ല, ഇശാ നിസ്കാരമില്ല. എന്താണ്? അവന് ഗ്രൗണ്ടിൽ വലിയ സെവൻസ് ടൂർണമെൻറ്റുകൾ നടക്കുകയാണ്, അവനുമില്ല, അവിടെ കാണാൻ വരുന്ന ആളുകൾക്കൊന്നും തന്നെ ഇല്ല. ചിന്തിച്ചു നോക്കും, 6 മണിക്കോ 6:30 ഒക്കെ കളികൾ തുടങ്ങുന്നു, അത് രാത്രി 8 മണി 9 മണിയോളമൊക്കെ ചിലപ്പോൾ അതങ്ങനെ തുടർന്നു പോകുന്നു. ആളുകൾ ആരും മസ്ജിദിലേക്ക് പോകുന്നത് കാണുന്നില്ല. ജമാഅത്ത് ഇങ്ങനെ അവർക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് പഠിച്ച് ഇങ്ങനെ കളാക്കി നിസ്കരിച്ചാൽ മതി, അല്ലെ? നിസ്കാരമുള്ള ആളുകൾ, ഏറ്റവും കൂട്ടത്തിൽ മെച്ചപ്പെട്ട ആളുകൾ ചെയ്യുന്ന കാര്യം അതായിരിക്കും. ഒക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നിസ്കാരം, ഇങ്ങനെ അവൻ്റെ ജീവിതം അങ്ങനെ തുലച്ചു കളയുന്നതാണ്. ഇവരിങ്ങനെ ഫുട്ബോൾ, ഇതാണ് അവൻ്റെ വലിയൊരു പാഷനാണ്, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇനി വേറെ ചിലർക്കാണെങ്കിൽ യുവത്വം അവർ തുലച്ചു കളയുന്നത് ഇങ്ങനെ ലോകം മൊത്തം ചുറ്റിക്കാണുക, അങ്ങനെ തുലച്ചു കളയുന്ന ആളുകൾ. അതല്ലെങ്കിൽ മറ്റെങ്കിലും എന്തെങ്കിലുമൊക്കെ ഭൗതികമായിട്ട് പോലും പലപ്പോഴും യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഭൗതികമായിട്ട് പോലും അവനൊരു ഉപകാരമില്ലാത്ത ചില കാര്യങ്ങളിൽ സഹോദരങ്ങളെ ചിലവഴിക്കുകയാണ്. ഇബാദത്തുകൾക്ക് നേരമില്ല. ഈ യുവത്വ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നിസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, അള്ളാഹു തആലയുടെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇതിനൊന്നും അവർക്ക് സമയമില്ല, അതിന് സാധിക്കുകയുമില്ല, ഒരാൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് സാധിക്കുന്ന അത്ര നമ്മൾ പരിശ്രമിക്കരുത്. ഒരുപക്ഷെ പിന്നീട് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഓടാനും നമ്മളെ കൊണ്ട് കഴിഞ്ഞുകൊള്ളുന്നില്ല. അതുകൊണ്ട് നല്ല നിയത്തോടുകൂടി നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ നമ്മളത് പ്രയത്നിക്കുക എന്നുള്ളതാണ്. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക്, പിന്നീട് പറഞ്ഞത് മിൻ ഹയാതിക ലിമൗതിക്, മൊത്തത്തിലുള്ള കാര്യം പറയണം. നിന്റെ ജീവിതം അത് മരണത്തിന് മുമ്പായി നീ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. മരണത്തിന് ശേഷം നമുക്കൊന്നും പറയാൻ സാധിക്കുകയില്ല. ആ മരണത്തിന് ശേഷം അവൻ്റെ കൂടെ ഉണ്ടാവുക ആര് മാത്രമാണ്? ഈ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രമേ അവനോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. ആ സൽക്കർമ്മങ്ങൾ അവൻ ഖബറിലേക്കൊന്നും എത്തണ്ട. ആ ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് ആ മയ്യത്ത് കട്ടിലിൽ നിന്ന് തന്നെ അവന് മനസ്സിലാകുന്നതാണ്. അവൻ ചെയ്തു വെച്ചിട്ടുള്ളത് സൽക്കർമ്മങ്ങളാണെങ്കിൽ ഈ മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന ആ മയ്യത്ത് പറയുമത്ര, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ പെട്ടെന്ന് തന്നെ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എന്നാര് പറയും? ഈ മയ്യത്ത് കട്ടിലുള്ള വ്യക്തി പറയുമെന്നാണ്. കാരണം ഇയാൾക്കറിയാം, എനിക്കിനി സ്വർഗീയ പൂന്തോപ്പാണ് ആ ഖബറിലുള്ളത്. അതുകൊണ്ട് ഇവരിങ്ങനെ നിസ്കാരത്തിനൊക്കെ വേണ്ടി വൈകിപ്പിച്ചാൽ അത്രയും നഷ്ടമാണ്, ആഗ്രഹമാണല്ലേ? നമ്മൾ ആരായാലും നമ്മൾ വലിയൊരു ആസ്വാദനത്തിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടാൽ വൈകുന്നതോടുകൂടി നമുക്ക് പ്രയാസമാണ്. അപ്പോൾ ആ ചുമലിൽ കിടക്കുന്ന
ആ മയ്യത്ത് കട്ടിൽ കിടക്കുന്ന മനുഷ്യൻ പറയും അത്ര ഖദ്ദിമൂനി ഖദ്ദിമൂനി. ഹദീസുകളിൽ കാണാൻ സാധിക്കും അത് മനുഷ്യനൊഴികെ മുഴുവൻ ജീവികളും കേൾക്കുമെന്നാണ്. മനുഷ്യനൊഴികെ മുഴുവൻ ജീവികളും കേൾക്കും. മനുഷ്യനെങ്ങാനും അത് കേട്ടിരുന്നെങ്കിൽ അവൻ ബോധക്ഷയം വന്ന് താഴെ വീണതിനെ എന്ന് കാണാൻ സാധിക്കും. ഇനി അതല്ല, അവൻ മോശപ്പെട്ട അമലുകളാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എങ്കിൽ അവൻ അവിടെ വിളിച്ചു പറയും, എന്നെ കൊണ്ടുപോകരുത്, എന്നെ കൊണ്ടുപോകരുത്, എവിടെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്, നിങ്ങൾക്ക് നാശം എന്ന് അവൻ വിളിച്ചു പറയും. കാരണം അവനറിയാം നരകത്തിൻ്റെ കുഴിയിൽപ്പെട്ട ഒരു കുഴിയിലേക്കാണ് അവനെ കൊണ്ടുവെക്കാൻ പോകുന്നത് എന്നവന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു വന്നത് അവൻ ചെയ്ത കർമ്മങ്ങൾ, ദുനിയാവിൽ ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങൾ, അത് അവൻ മയ്യത്ത് കെട്ടിലിൽ കിടക്കുന്ന സമയത്ത് തന്നെ അവൻ അതിൻ്റെ വില മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ദുനിയാവിൽ കിട്ടുന്ന സമയം നമ്മൾ പരമാവധി ദീനിനു വേണ്ടി ചെലവഴിക്കുക, ഇബാദത്തുകൾക്ക് വേണ്ടി ചെലവഴിക്കുക. കാരണം ഖബറിൽ കിടക്കുന്ന ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് ഒരു 2 റക്അത്തെങ്കിലും എനിക്ക് നിസ്കരിക്കാൻ, ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. കാരണം അവിടെ അമലില്ല. പരലോകത്തെത്തിയാൽ, ഖബറിലേക്ക് എത്തിയാൽ അവൻ പിന്നീട് അമലിൻ്റെ ലോകത്തിൽ നിന്നും വിചാരണയുടെയും പ്രതിഫലത്തിൻ്റെയും ലോകത്തിലേക്കാണ്, ചോദ്യങ്ങളുടെ ലോകത്തിലേക്കാണ്. ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ചോദ്യമുണ്ട്, വിചാരണയുണ്ട്, പ്രതിഫലമുണ്ട്. അവിടെ ഒരു 2 റക്അത്ത് പോയിട്ട് ഒരു ദിക്റിന് പോലുമുള്ള അവസരം സഹോദരങ്ങൾ ഖബറിലില്ല. അതുകൊണ്ട് ഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക വമിൻ ഹയാതിക ലിമൗതിക. നിന്റെ ആരോഗ്യമുള്ള സമയത്ത് നീ എപ്പോഴും നിന്റെ പ്രയാസം വരുന്ന, രോഗം വരുന്ന സമയത്തിന് വേണ്ടി നീ സ്വരുക്കൂട്ടി വെക്കുക. അതേപോലെ നിന്റെ ജീവിതം, മരണം ഏതു നേരം വന്നേക്കാം, ആ മരണത്തിന് മുമ്പായി നിന്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഈ ഹദീസിലുള്ളത്. അടുത്ത ഹദീസ് അൽ ഹദീസുൽ ഹാദി വൽ അർബഊൻ, 41-ാമത്തെ ഹദീസ് സഹോദരങ്ങളെ. നബി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബ്അൻ ലിമാ ജിഅ്തു ബിഹി. ഹദീസുൻ ഹസനുൻ സഹീഹ്. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് അബു മുഹമ്മദ് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമയാണ്. മഹാനായ സഹാബി അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല, ഹത്താ യകൂന ഹവാഹു, അവൻ്റെ ദേഹേച്ഛയാകുന്നതുവരെ, തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന കാര്യത്തിനോട് തുടർന്ന് അവൻ്റെ ദേഹേച്ഛകളാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല എന്നാണ് പറയുന്നത്. നബി റഹിമഹുല്ലാ ഈ ഹദീസിന്റെ സനദിനെ വിലയിരുത്തിയിരിക്കുന്നത് അത് ഹസനുൻ സ്വഹീഹ എന്നാണ്, അഥവാ തെളിവിന് കൊള്ളുന്ന സ്വീകാര്യയോഗ്യമായ ഹദീസ് എന്നാണ് പറയുന്നത്. ഇമാം നവവിയുടെ ചില റിവായത്തിൽ ഇത് കിതാബുൽ ഹുജ്ജയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണെന്ന് കാണാൻ സാധിക്കും. കിതാബുൽ ഹുജ്ജ അബു അൽ ഫത്ഹ് അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ് കിതാബുൽ ഹുജ്ജ അല താരിഖിൽ മഹജ്ജ. യഥാർത്ഥ സന്മാർഗത്തിൻ്റെ പാത ഉപേക്ഷിച്ച ആളുകൾക്ക് തെളിവിൻ്റെ, ഹുജ്ജത്തിൻ്റെ മാർഗമെന്ന് അറിയിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് നവവി റഹിമഹുല്ലാ പറയുന്നത് കാണാൻ സാധിക്കും. ഈ ഹദീസ് അബു ആസിം അദ്ദേഹത്തിൻ്റെ സുന്നയിലും ഇബ്നു ബത്ത റഹിമഹുല്ലയും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. എന്നാൽ ഈ ഹദീസിൻ്റെ പരമ്പരയുമായി ബന്ധപ്പെട്ട് ഇത് സ്വഹീഹാണോ അല്ലേ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. നവവി റഹിമഹുല്ലാ അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം അത് സ്വഹീഹാണെന്ന് വിലയിരുത്തിയിട്ടുള്ളതാണ്. ആധുനികരായ പണ്ഡിതന്മാരിൽ ഒരാളായ അൽ ഹാഫിദ് അൽ ഹക്കമി റഹിമഹുല്ലയും അത് സ്വഹീഹാണ് എന്ന് വിലയിരുത്തിയത് കാണാൻ സാധിക്കും. എന്നാൽ മുൻഗാമികളിൽ തന്നെ പലതും ഈ ഹദീസ് അത് സ്വഹീഹ് അല്ല എന്നുള്ള നിലക്ക് പറഞ്ഞത് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലർ പറഞ്ഞു ഈ ഹദീസിൻ്റെ സനദിൽ അതിൽ ദുർബലതയുണ്ട് എന്ന് സഹോദരങ്ങളെ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇതിൽ ദുർബലതയുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വേറെ ചിലർ ഇത് ഹസനുൽ ഗൈരിഹി, അതൊരു ഹദീസ് നിദാന ശാസ്ത്രത്തിൽ സ്വഹീഹിൻ്റെ താഴെയൊക്കെ വരുന്ന ഒരു സ്ഥാനമാണ്, ഒരു പദവിയാണത്. എന്നാൽ ഇത് ദഈഫാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അൽ ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലാ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ തന്നെ അദ്ദേഹം അത് ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആധുനികരായ പണ്ഡിതന്മാരിൽ ഇമാം അൽബാനി റഹിമഹുല്ലാ ഈ ഹദീസ് ദഈഫാണ്, ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇതിൻ്റെ സനദും മത്തുനും ദഈഫാണ്. അതായത് ചിലപ്പോൾ ഉണ്ടാകാം അതിൻ്റെ സനദിൽ പരമ്പരയിൽ ദുർബലതയുണ്ടാകും, പക്ഷെ ആശയം ശരിയായിരിക്കാം. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇതിൻ്റെ ആശയം ശരിയല്ല. കാരണം ഇവിടെ ഹവ, ഒരാളുടെ ഹവ റസൂലുള്ള കൊണ്ടുവന്നതിനോട് ഒപ്പമാകുമ്പോൾ അല്ലാതെ അവൻ ഈമാൻ പൂർത്തിയാവുകയില്ല എന്ന നിലക്കാണ് പറയുന്നത്. അപ്പോൾ ഹവയെ പിൻപറ്റുക, ദേഹേച്ഛയെ പിൻപറ്റുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ മത്നും ശരിയല്ല എന്ന അഭിപ്രായം ചിലർ പറഞ്ഞത് കാണാം. അതിൻ്റെ സനദ് ദുർബലം എന്നതുപോലെ തന്നെ അതിൻ്റെ മത്നും അതിൻ്റെ ടെക്സ്റ്റും അത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞത് അതിൻ്റെ സനദിൽ ദുർബലതയുണ്ട് എങ്കിലും അതിൻ്റെ മത്തിന്, ആ ഹദീസിൻ്റെ ആശയം അത് സ്വഹീഹാണ്. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ, ഷെയ്ഖ് ബിൻ ഉസൈമിൻ റഹിമഹുല്ലയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഈ ഒരു അഭിപ്രായം സ്വീകരിച്ചത് കാണാൻ സാധിക്കും.
അവർ പറയുന്നത്, ഇവിടെ പറയുന്ന ഹവ, ദേഹേച്ഛ എന്ന് പറയുന്നത് അത് നല്ല നിലക്കുള്ള ദേഹേച്ഛകൾ കൂടിയുണ്ട്. ഒരാളുടെ ഹവ, ദേഹേച്ഛ എന്ന് പറയുന്നത് മനസ്സ് ചായുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾക്കൊരു മനസ്സിനുള്ള ഉദ്ദേശത്തെ, മനസ്സെന്തിനെയാണോ ഇഷ്ടപ്പെടുന്നത്, മനസ്സെന്തിലേക്കാണോ ചായുന്നത്, അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല കാര്യത്തിലാണെങ്കിൽ അത് നല്ലതാണ്. ഇപ്പൊ ഹവ അത് ആക്ഷേപാർഹമായ മദ്മൂമായ ഹവയുണ്ട്, അതേപോലെ തന്നെ മഹ്മൂദായ സ്തുത്യർഹമായ ഹവയും ദേഹേച്ഛയും ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉദ്ദേശിച്ചത് നിരുപാധികമായി മോശപ്പെട്ട ദേഹേച്ഛകൾ എന്നുള്ള നിലക്കല്ല. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അതിൻ്റെ മത്തിന് ദഈഫാണെന്നുള്ളതല്ല ശരി, മറിച്ച് അതിൻ്റെ മത്തിൻ സഹിഹാണ്. എന്നാൽ അതിൻ്റെ പരമ്പര പരിശോധിച്ചതിന് ശേഷം മഹാന്മാരെ പണ്ഡിതന്മാർ അതിൽ ദുർബലതയുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ ആശയം ശരിയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് അതിൻ്റെ ആശയത്തിലുള്ളത്? ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല എന്നാണ്. ഇതിൻ്റെ അർത്ഥം അതിൽ കാഫിറാകുമെന്നല്ല. നമ്മൾ നേരത്തെ ഇത്തരം ഹദീസുകൾ വിശദീകരിച്ചിട്ടുണ്ട്. മറിച്ച് ഒരാളുടെ ഈമാൻ അത് പൂർത്തിയാവുകയില്ല, അത് ഈമാനിൽ കുറവുണ്ടായിരിക്കും എന്നാണ്. ഈമാനിൽ കുറവുണ്ടായിരിക്കും എന്നാണ് അതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം. അതാണ് അത് ആദ്യമായി നമുക്ക് മനസ്സിലാക്കേണ്ട അർത്ഥം. എപ്പോഴാണ് പറയുന്നത്? ഹത്ത യക്കൂന ഹവാഹു, അവൻ്റെ ദേഹേച്ഛയാകുന്നത് വരെ എന്നാണ് പറയുന്നത്. അവൻ്റെ മനസ്സ് ചായുന്ന കാര്യമാകുന്നത് വരെ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഹവ എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരർത്ഥമാണ് നേരത്തെ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അത് ഹുദക്ക്, അഥവാ സന്മാർഗത്തിന് നേരെ എതിരായിട്ടുള്ള അർത്ഥം. സന്മാർഗമാണ് നമ്മൾ പിൻപറ്റേണ്ടത്, ഹവയെ പിൻപറ്റാൻ പാടില്ല എന്ന് പറഞ്ഞത് കാണാം. അതൊരു അർത്ഥമാണ്, അത് അക്ഷേപാർഹമായ അർത്ഥമാണ്. രണ്ടാമത്തെ അർത്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിലുൽ കൽബ്, കൽബ് എന്തിലേക്കാണോ ചായുന്നത് അതിനാണ് ഹവ എന്ന് പറയുന്നത്. മൂന്നാമത്തെ അർത്ഥം അവർ പറഞ്ഞത് മഹബ്ബ എന്നാണ്, സ്നേഹം എന്നാണ്. ഹവ എന്ന് പറഞ്ഞാൽ അത് സ്നേഹം എന്നാണ്. നാലാമത് അവർ അർത്ഥം പറഞ്ഞത് അൽ ഇറാദ എന്നാണ്, അതായത് ചായുക എന്നാണ്. ഇങ്ങനെയുള്ള അർത്ഥത്തിന് അത് ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ കാണാം വകാന റജുലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്. അവിടെ വകാന റജുലൻ സഹലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. വളരെ എളുപ്പമുള്ള, ആർക്കും ഇടപെടാനൊക്കെ എളുപ്പമുള്ള ഒരു മനുഷ്യനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ഹവിയത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ ഷൈഅൻ മാ ലൈലി, ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വല്ല ആവശ്യങ്ങളും ഒക്കെ അറിയിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് പെട്ടെന്ന് ചായും. ഇപ്പം ആളുകളോട് ഒരു കാര്യം ആവശ്യമൊക്കെ പറഞ്ഞാൽ ഒരു നിലക്കും അങ്ങോട്ടേക്ക് തിരിയാത്ത അങ്ങനെ ഒരു പ്രകൃതമല്ല. ഒരു നിലക്ക് നമ്മൾ പറഞ്ഞു ചില ആൾ അടുപ്പിക്കാൻ പറ്റാത്തൊരു പ്രകൃതി, അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആളുകളുമായി ഇടപഴകാനും മറ്റുമൊക്കെ വേഗം ആളുകൾ പറയുന്ന കാര്യത്തിലേക്ക്, അത് അവിടുന്ന് ഒരിക്കലും ദീനിനെതിരാകുന്ന കാര്യത്തിൽ തിരിയുകയില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അതല്ല എങ്കിൽ അവിടുന്ന് തൻ്റെ ഭാര്യമാരൊക്കെ പറയുന്ന കാര്യത്തിലേക്ക് പെട്ടെന്ന് അതിന് വഴങ്ങുന്ന രൂപത്തിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഹവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ സ്നേഹം, ഒരാളുടെ ഉദ്ദേശം കൽബ് ചായുക എന്നുള്ള കാര്യമാണ്. അതൊരിക്കലും തന്നെ എങ്ങനെ ആകാൻ പാടില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിന് എതിരാകാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ ഇവിടെ ദേഹേച്ഛകളെ പിൻപറ്റുന്ന കാര്യത്തിൽ തൻ്റെ ദേഹേച്ഛകൾ അഥവാ തൻ്റെ കൽബിൻ്റെ ഇഷ്ടത്തെയും കൽബ് ചായുന്ന കാര്യത്തിലും അതല്ലെങ്കിൽ കൽബിലുണ്ടാകുന്ന ചിന്തകളെയും ഒക്കെ പിൻപറ്റുന്ന കാര്യത്തിൽ ജനങ്ങളെ വ്യത്യസ്ത പദവികളിൽ കാണാൻ സാധിക്കും, വ്യത്യസ്ത വിഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. അതിലൊരു വിഭാഗം ആളുകൾ സഹോദരങ്ങളെ അവരവരുടെ ഹൃദയത്തിലുള്ള ചിന്തകളെയും ദേഹേച്ഛകളെയും അതല്ലെങ്കിൽ ഹൃദയം ചായുന്ന കാര്യമെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള കാര്യത്തിൽ മാത്രമേ അവൻ്റെ ഹൃദയത്തെ കൊണ്ട് ചായുകയുള്ളൂ എന്നാണ്. അപ്പം അള്ളാഹിൻ്റെ ദീനിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തകളോ എന്തെങ്കിലുമൊക്കെ ആശയങ്ങളോ ഉണ്ടായാൽ അതിലേക്ക് അവൻ ചായുകയില്ല. വളരെ ശക്തമായി അവൻ അതിനെതിരായിരിക്കും. അപ്പം അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് ദീനിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ധിക്കരിക്കാനാണെങ്കിൽ അവൻ ഒരിക്കലും അതിനുവേണ്ടി അവൻ്റെ ഹൃദയത്തെ സമ്മതിക്കുകയില്ല. വളരെ ശക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെതിരായി ഞാൻ ഒന്നും ചെയ്യുകയില്ല എന്ന് ദൃഢനിശ്ചയിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടാകും. അവരാണ് ഒരു വിഭാഗം ആളുകൾ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവർ അല്പം ചില ദേഹേച്ഛകളൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷെ ഒരിക്കലും തന്നെ ആ ദേഹേച്ഛകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യത്തെ തള്ളിക്കളയാൻ മാത്രം അവൻ്റെ ദേഹേച്ഛകൾ വളർന്നിട്ടില്ല. പണ്ഡിതന്മാർ അതിന് ഉദാഹരണം പറയാറുള്ളത്, ഒരാൾ ബാങ്ക് കേൾക്കുന്ന സമയത്ത്, ഇതിന് രണ്ടിൻ്റെയും ഉദാഹരണം പറയാം. ഒന്നാമത്തെ വിഭാഗമാണെങ്കിൽ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അതിന് മുമ്പേ തന്നെ, ബാങ്കിന് മുന്നേ തന്നെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ബാങ്കിന് വേണ്ടി സുബഹി നിസ്കാരത്തിന് വേണ്ടി കാത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവൻ ഉറങ്ങുക എന്ന് പറയുന്ന ദേഹേച്ഛയെ പോലും മാറ്റി വെച്ചിട്ട് നേരത്തെ തന്നെ ഫജറിന് മുമ്പേ തന്നെ എഴുന്നേറ്റ് അവൻ അതിനുള്ള ആവേശത്തിലും അതിനുള്ള താല്പര്യത്തിലാണ് നിസ്കരിക്കാൻ പോകണം, ബാങ്ക് കൊടുക്കണം, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ പള്ളിയിലേക്ക് എത്തണം, അല്ലെങ്കിൽ ആ നിലക്ക് ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ സുന്നത്തൊക്കെ നിസ്കരിച്ച് പരമാവധി അങ്ങനെ താല്പര്യമുള്ള ആളുകളുണ്ടാവും. ഹൃദയത്തെ അങ്ങനെയാണ് അവർ ദീനുമായി ബന്ധപ്പെട്ട്. അത് ഈ ഒരു കാര്യത്തിൽ മാത്രം, ഏതൊരു കാര്യത്തിലും ദീൻ്റെ കാര്യത്തിൽ. രണ്ടാമത്തെ വിഭാഗം അവർ നമ്മൾ പറഞ്ഞു ചില ചെറിയ ദേഹേച്ഛകളുണ്ട്,
പക്ഷെ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിന് എതിരാകുന്ന കാര്യത്തിലേക്ക് അവൻ്റെ ദേഹേച്ഛ വിടുന്നില്ല. അപ്പം അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഉദാഹരണം പറയുന്നത്, അവൻ ചിലപ്പോൾ ബാങ്ക് കേട്ടാലും പിന്നെയും കുറച്ച് ഉറങ്ങും. 20 മിനിറ്റ് ഉണ്ട്, കുറച്ചും കൂടി ഉറങ്ങും, അങ്ങനെ കുറച്ച് ഉറങ്ങും. പക്ഷെ ഒരിക്കലും തന്നെ ബാങ്ക് കേട്ടിട്ട് മസ്ജിദിലേക്ക് എത്താതിരിക്കുക എന്ന് പറയുന്ന ആ ദേഹേച്ഛ അതിന് സമ്മതിക്കുകയില്ല. അവനെന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ അവസാനം ഒരു 5-10 മിനിറ്റുള്ള സമയത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് വേഗം 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചാൽ മസ്ജിദിലേക്ക് പുറപ്പെടും. അതല്ലെങ്കിൽ അങ്ങനെ മസ്ജിദിലെത്തി അങ്ങനെയെങ്കിലുമൊക്കെ അവൻ ചെയ്യും. ഇവൻ ആക്ഷേപാർഹനല്ല, പക്ഷെ ഒന്നാമത്തെ ആളുടെ പദവിയിലേക്ക് എത്തിയിട്ടില്ല. ഒന്നാമത്തെ ആൾ അത്രയും ഹൃദയം ഇങ്ങനെ താല്പര്യമാണ്, തൻ്റെ ദേഹേച്ഛകളെല്ലാം അറുത്ത് കളഞ്ഞിട്ട് അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തുകൾക്ക് വേണ്ടി അവൻ വിലക്കിയതുണ്ടാകാം, അവൻ കൽപ്പിച്ചതുണ്ടാകാം, രണ്ടിലും നന്നായിരിക്കേണ്ടതുണ്ട്, അതിലേക്ക് മുന്നേറുന്ന ആളാണ്. എന്നാൽ രണ്ടാമത്തെ ആൾക്ക് ചെറിയ ദുനിയാവുമായി അല്ലെങ്കിൽ ചെറിയ അവൻ്റെ ദേഹേച്ഛയുമായി ചായ്വുകളുണ്ട്, പക്ഷേ അവൻ ആക്ഷേപാർഹനാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ആക്ഷേപാർഹനാകുന്നത് അവൻ്റെ ദേഹേച്ഛകൾ, ആഗ്രഹങ്ങളെ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ നിന്നോ ഒക്കെ അവൻ തെന്നിമാറിയിട്ട് വിലക്കിയത് ചെയ്യുകയും കൽപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഏതുപോലെ ഈ പറയുന്ന വ്യക്തി ഇങ്ങനെ ബാങ്ക് കേട്ടിട്ട് പിന്നെയും കിടന്നുറങ്ങുകയാണ്. അവൻ പിന്നീട് ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് എഴുന്നേൽക്കുന്നില്ല, സൂര്യൻ ഉദിക്കുവോളം അവൻ എഴുന്നേൽക്കുന്നില്ല, പിന്നെ എഴുന്നേറ്റിട്ടാണ് അവൻ നിസ്കരിക്കുന്നതെങ്കിലോ അവൻ കുറ്റക്കാരനാണ്. ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണെങ്കിൽ അവൻ ജമാഅത്തിന് പങ്കെടുക്കാത്തതിനും കുറ്റക്കാരനായിരിക്കും, അവൻ നിസ്കാരം അതിൻ്റെ സമയത്ത് നിന്ന് തെറ്റിച്ചതിനും കുറ്റക്കാരനാണ്. ഇനി ബാങ്ക് കേൾക്കാത്ത പരിധിയിലാണെങ്കിൽ അവൻ ജമാഅത്ത് അവന് നിർബന്ധമില്ല, പക്ഷേ നിസ്കാരം അതിൻ്റെ സമയത്തിൽ നിന്ന് തെറ്റിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, നിസ്സാരമായ ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ നിലക്ക് ദേഹേച്ഛകളെ, തൻ്റെ മനസ്സിൻ്റെ ഇഷ്ടങ്ങളെ പിൻപറ്റുന്നവരുണ്ടാകും. നിസ്കാരത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, മറ്റേത് കാര്യങ്ങളാകുമ്പോഴും ഹൃദയം മന്ത്രിക്കുന്ന പല ഹറാമുകളുണ്ടാകും. പക്ഷേ അതിനെല്ലാം നിന്നും തൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകളെയും ഹൃദയം ചായുന്ന കാര്യങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനോട് ഒരാൾ എന്ത് ചെയ്യുക? ആ കാര്യങ്ങളേക്ക് മാറ്റി തീർക്കുക എന്നാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. ഞാൻ കൊണ്ടുവന്നതിനോട് അവൻ തുടർന്നു വരിക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തബഅൻ ലി എന്ന് പറഞ്ഞിട്ടില്ല, എല്ലാ കാര്യത്തിലും എന്നെ പിൻപറ്റുക എന്ന് പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ ആ പറയുന്ന കാര്യത്തിൽ ചില ഫായിദയുണ്ട്. തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നത് എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. അത് ദീൻപരമായ കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ത്വബഈയായ പ്രകൃതിയാൽ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും പ്രകൃതിയാൽ ചില കാര്യങ്ങൾ വെറുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ദീനെന്നുള്ള നിലക്കല്ല. അതൊരാൾ ആ നിലക്ക് ഇഷ്ടപ്പെടുകയോ ആ നിലക്ക് വെറുക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ആക്ഷേപാർഹനല്ല. അവർ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മധുരം നല്ല ഇഷ്ടമുള്ള ആളായിരുന്നു. എന്നാൽ ഒരാളുടെ പ്രകൃതിയിൽ അയാൾക്ക് മധുരം ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക. ഒരാളുടെ പ്രകൃതിക്ക് മധുരം ഇഷ്ടമല്ല, അയാൾ ഒരിക്കലും തന്നെ മധുരം ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രകൃതിയാലാണ് ഇഷ്ടപ്പെട്ടത് മധുരം. അല്ല, മധുരം ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ദീനല്ല. അതുകൊണ്ട് ഒരാൾക്ക് ഇനി മധുരം ഇഷ്ടമല്ല, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യേണ്ടതില്ല, നിർബന്ധപൂർവ്വം മനഃപൂർവ്വം അയാൾ മധുരം ഇഷ്ടപ്പെടാൻ പ്രയാസപ്പെടേണ്ടതില്ല. എന്നാൽ പണ്ഡിതന്മാർ അവിടെ വേറൊരു പദവി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അത്രയും മഹബത്ത് മനസ്സിൽ കയറി റസൂലുള്ളാഹിന്റെ മഹബത്തിന് കാരണത്താൽ അവൻ ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നന്മ പ്രതീക്ഷിക്കാമെന്നാണ്. അതേപോലെ പറഞ്ഞത് കാണാൻ സാധിക്കും തമ്രിൻ്റെ കാര്യം, ഈത്തപ്പഴത്തിൻ്റെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം ഇഷ്ടപ്പെട്ടിരുന്നു, ഈത്തപ്പഴം കഴിച്ചിരുന്നു. പക്ഷെ ഒരാൾക്ക് ഈത്തപ്പഴത്തിനോട് ഇഷ്ടം തോന്നുന്നില്ല എന്ന് വിചാരിക്കുക. ഒരാൾക്ക് ഈത്തപ്പഴം തിന്നാൻ വലിയ താല്പര്യം തോന്നുന്നില്ല. അങ്ങനെ ഈത്തപ്പഴത്തിനോട് താല്പര്യം ഒരാൾക്ക് തോന്നിയിട്ടില്ല എങ്കിൽ അയാൾ ഒരിക്കലും തന്നെ നിർബന്ധപൂർവം എന്ത് ചെയ്യേണ്ടതില്ല, ഈത്തപ്പഴം കഴിക്കാൻ പ്രയാസപ്പെടേണ്ടതില്ല. മറിച്ച് അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈത്തപ്പഴം കഴിക്കാവുന്നതാണ്. ഇനി ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈത്തപ്പഴം കഴിക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇത് ഇഷ്ടത്തിൻ്റെ കാര്യത്തിലാണ്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്ന ചില കാര്യമുണ്ട്. ഉടുമ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം മക്കയിൽ ആളുകൾ പൊതുവെ ഉടുമ്പൊന്നും കഴിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശീലമില്ല. എന്നാൽ സ്വഹാബികളിൽ ചിലർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വന്ന ആളുകളാണ്, അവർക്ക് ഉടുമ്പ് ഇഷ്ടമുള്ള ആളുകളുണ്ട്, അവർ ഉടുമ്പ് കഴിച്ചിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ ഉടുമ്പിനെ കഴിക്കാതിരിക്കുക എന്നുള്ളതിന് എന്തില്ല, പ്രത്യേകിച്ച് പുണ്യമില്ല. അതുകൊണ്ട് ത്വബീഇയായ അയാളുടെ പ്രകൃതിയാൽ അയാൾക്ക് ഉണ്ടാകുന്ന കാര്യമാണ്. ഒരാൾ ഉടുമ്പിനെ അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, കഴിക്കാം. ഇഷ്ടമില്ലെങ്കിൽ അയാൾക്ക് കഴിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. അതിന് പ്രത്യേകം എന്തില്ല, കുറ്റമില്ല. നമ്മൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ പ്രകൃതിയാൽ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ പ്രകൃതിയാൽ അവിടുന്ന് വെറുക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാം. അത് ദീനീപരമായിട്ടുള്ള കാര്യമല്ല. അത്തരം കാര്യങ്ങൾ ഒരാൾ ഇഷ്ടപ്പെടാതിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവിടുന്ന് വെറുത്ത ചില കാര്യങ്ങൾ
ഒരാൾ വെറുക്കാതിരിക്കുന്നത് കൊണ്ടോ അയാൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനോട് എതിരാകുന്നില്ല. കാരണം അവിടുന്ന് മാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നത് എന്നാൽ ദീനിൻ്റെ കാര്യം എന്ന് പ്രത്യേകം പറയാം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ച വേഷമല്ല നമ്മൾ ധരിക്കുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ വേഷം ധരിക്കുന്ന സമയത്ത് അവിടുന്ന് ജനങ്ങളോട് ഒരേപോലെ ജനങ്ങൾ ധരിച്ച വസ്ത്രം ധരിക്കുക എന്ന രീതിയിലാണ് അവിടെ ധരിച്ചിരുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള കാലഘട്ടത്തിൽ അവിടുന്നുള്ള അറബികൾ അന്ന് ധരിച്ചിരുന്നത് ഇസാറും റിദാവുമാണ്. നമ്മൾ ഉംറക്കൊക്കെ പോകുമ്പോൾ ധരിക്കുന്നത് പോലുള്ള വസ്ത്രം അതാണ് പൊതുവെ അവിടുന്ന് ധരിച്ചിരുന്നത്. അതേപോലെ തലയിൽ കെട്ടുണ്ടായിരുന്നു. ആ കെട്ട് കഴുത്തോടുകൂടി കെട്ടുന്ന രൂപത്തിൽ ഇന്ന് ആഫ്രിക്കയിലും മറ്റുമൊക്കെ ഉള്ള രീതിയിലുള്ള അത്തരം കെട്ടുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വേഷമാണ് ധരിച്ചിരുന്നത്. ഒരാളിപ്പോൾ അതിനോട് എതിരായി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും തന്നെ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനോട് എതിരായി എന്നല്ല, മറിച്ച് ആ നാട്ടിലെ ആദത്തിനെ പിൻപറ്റി എന്നുള്ളത് മാത്രമേ അവിടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ അതേ വേഷങ്ങളല്ല ധരിക്കുന്നത്, അതല്ലെങ്കിൽ ഇന്നത്തെ ആളുകൾ അതല്ല ധരിക്കുന്നത്, മറിച്ച് അതാത് നാട്ടിലുള്ള വസ്ത്രങ്ങളും മറ്റുമൊക്കെ അവർ ധരിക്കാറുണ്ട്. അത് ദീനിനോട് എതിരാകാത്തിടത്തോളം കാലം ഒരാൾക്കത് ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യങ്ങളോട് ഒരാൾ എതിരാവുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അഥവാ ദീനിയായിട്ടുള്ള ഏത് കാര്യമുണ്ടോ അതിനോട് തൻ്റെ ദേഹേച്ഛ ഒരാൾക്ക് എന്താവാൻ പാടില്ല, എതിരാവാൻ പാടില്ല. അതോ ദേഹം അവൻ്റെ ഹൃദയം ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ഹൃദയം ചായുന്ന കാര്യം ഒരിക്കലും എതിരാകാൻ പാടില്ല. മറിച്ച് ഹവാഹു ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബി, റസൂലുള്ളാഹി കൊണ്ടുവന്നതിനോട് യോജിച്ച രൂപത്തിൽ തുടർന്ന രീതിയിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അവസാനത്തെ ഹദീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.